കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാർഷിക പഠന ഗവേഷണ സ്ഥാപനമാണ് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാർഷിക കോളേജ്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കൊട്ടാരത്തിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1955 മെയ് മാസത്തിൽ ആരംഭിച്ച കാർഷിക കോളേജ് ഇന്ന് ഇന്ത്യയിലെ മികച്ച കാർഷിക പഠന കേന്ദ്രമാണ്. ആയിരത്തി 1972 കേരള കാർഷിക സർവകലാശാല സ്ഥാപിതമായപ്പോൾ കാർഷിക കോളേജ് വെള്ളായണി അതിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. കേരളത്തിലെ കാർഷിക വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1896 മുതലാണ്. പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്ത് ശാസ്ത്രീയ കൃഷിയിൽ ഏതാനും ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കുന്നതിനായി അന്നത്തെ ഭരണകൂടം തിരുവനന്തപുരം ജില്ലയിലെ കരമന ആസ്ഥാനമാക്കി ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ചു. കേരളത്തിൽ 1953 ഒരു ഇൻ്റർമീഡിയറ്റ് കോഴ്സായി കാർഷിക വിഷയം അവതരിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായി കാർഷിക വെറ്റിനറി സയൻസുകളിൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി 1955 അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി സർക്കാർ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ ഒരു അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയായിരുന്നു. 1924 മുതൽ 1931 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റീജന്റ് മഹാറാണി സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ വേനൽക്കാല വസതികളിൽ ഒന്നായിരുന്നു ഈ കൊട്ടാരം. മഹാറാണിയുടെ 2 പെൺമക്കളായ ലളിത, ഇന്ദിര എന്നിവരുടെ പേരുകളുമായും തടാകം എന്ന അർത്ഥം വരുന്ന സ്കോട്ടിഷ് പദമായ ലോക്ക് എന്ന പദവുമായും ബന്ധപ്പെടുത്തി ലാലിത് ലോക്ക് പാലസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാർഷിക മേഖലയിൽ മികച്ച ഗവേഷകരെ വാർത്തെടുക്കുകയും അതേസമയം തന്നെ പൊതുജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്ന ഈ വെള്ളായണി കാർഷിക കോളേജ് ഇപ്പോൾ അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്.